ഇത് നമ്മൾ ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. ഗോതമ്പ് പൊടിയുടെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് ആവിയിൽ വേവിച്ചിട്ട് എടുക്കുന്ന ഒരു പലഹാരം. ഇതൊന്നുണ്ടെങ്കിൽ നമുക്ക് ആവിയിൽ വേവിച്ചിട്ട് എടുക്കാം, അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് രണ്ടും സൈഡ് തിരിച്ചും മറിച്ചിട്ടിട്ട് മൊരിച്ചിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അത് ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു ഫില്ലിങ്ങാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് നമ്മൾ പപ്സ് ഒക്കെ കഴിക്കുമ്പോൾ ഒരു ടെക്സ്ചർ ഇട്ടില്ലേ, അതേപോലത്തെ ടെക്സ്ചർ ആയിരിക്കും. പക്ഷെ റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മൾ മിയ കിച്ചണിലെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ടക്കറിയുടെ റെസിപ്പി ആയിരുന്നു. നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടിയിട്ട് കണ്ടു നോക്കാം. അതും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോസുകൾ ഞാനിപ്പോൾ ഇടുമല്ലോ, അങ്ങനെ ഇടുന്ന സമയത്ത് അതിനകത്ത് കമൻസ് ഇടുമ്പോൾ അതിനകത്ത് ചോദിച്ചാൽ മതി കേട്ടോ. കാരണം അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും വീഡിയോയിലൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ കമൻസുകളും ചിലപ്പോൾ എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല. അപ്പോൾ അതിനകത്ത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കുകളൊക്കെ പറയാനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോസുകൾ ഇടുമ്പോൾ അതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊട്ട് സമയങ്ങൾ തന്നെ നമ്മുടെ സ്നാക്ക് റെസിപ്പി നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്കുള്ള മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നോക്കിയേ, 3/4 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് ഗോതമ്പ് കിട്ടിയിട്ട് നമ്മളത് പൊടിപ്പിച്ചിട്ട് എടുക്കില്ലേ, അങ്ങനത്തെ ഗോതമ്പ് പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ഗോതമ്പ് പൊടിയേക്കാളും കുറച്ച് കട്ടി കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നതും അതേപോലത്തെ ഫ്രഷ് ആയിട്ടുള്ള ഗോതമ്പ് പൊടിയാണ്. അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് ആട്ടയ്ക്ക് വാങ്ങുമ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ നല്ല ഗോതമ്പ് പൊടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന സമയത്തായിരുന്നാലും കുറച്ച് കട്ടിയിലല്ലേ ഇരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഗോതമ്പ് പൊടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ 3/4 ഗ്ലാസ് ഗോതമ്പ് പൊടിയും ചേർക്കുക, 1/4 ഗ്ലാസ് മൈദപ്പൊടിയും ചേർക്കുക. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പ് പൊടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് തന്നെ ഗോതമ്പ് പൊടി എടുത്തോ. ഇത് ഭയങ്കര കട്ടിയുള്ളതുകൊണ്ട് ഞാനിതിലേക്ക് ഇതേപോലെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1/4 ഗ്ലാസ് മൈദപ്പൊടിയും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. അതിപ്പോൾ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഈ ഓയിലും കൂടിയിട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ഓയിൽ ഇത്രയ്ക്കാണ്ട് ചേർത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മൊരിച്ചിട്ട് എടുക്കുന്ന സമയത്ത് എന്താ പറയുക, അത്രയ്ക്കാണ്ട് ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഓയിൽ എന്തായിരുന്നാലും 3 ടേബിൾ സ്പൂൺ ഓയിൽ തന്നെ ചേർക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യം ഉണ്ടാവില്ല, കാരണം ഇതിലേക്ക് നമ്മൾ ഓയിലൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് കുറേ വെള്ളം ചേർക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണ്ട, ഇത് മൈദപ്പൊടിയിൽ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മൈദപ്പൊടിയിലും ഇത് റെഡിയാക്കിയിട്ട് എടുക്കുക. നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടുണ്ട്. ഈ പൊടി നമുക്ക് ചപ്പാത്തി കുഴക്കുന്ന പോലെ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കുക. ഇതേപോലെ ശരിക്കുള്ള ഗോതമ്പ് പൊടി ഇവിടുത്തെ അമേരിക്കൻ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറയാറുണ്ട്. ഇത് ഞാൻ ഷോപ്പ് റേറ്റിൽ നിന്ന് വാങ്ങിച്ചത്. അവിടെ ഈ ബേക്കിംഗ് സെക്ഷനിൽ ഇരിക്കുന്നുണ്ട് വീറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കുള്ള ഗോതമ്പ് പൊടിയാണ്. പക്ഷേ ഇന്ത്യൻ കടയിലേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയ്ക്ക് നല്ല ഗോതമ്പ് പൊടി കിട്ടില്ല. അത് നോക്കിക്കേ, ഇപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നോക്കിക്കേ, ഞാനിവിടെ ഒരു ഉരുളൻകിഴങ്ങിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അത് നല്ല പൊടിയായിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മസാലയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉടച്ചിട്ടല്ലേ ചേർക്കാറ്. ഇത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയ്ക്ക് ഉരുളൻകിഴങ്ങ് എടുക്കുക. പിന്നെ കുറച്ച് ക്യാബേജ്, അത് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ക്യാബേജിനേക്കാളും കുറച്ച് കുറവ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിലും കുറച്ച് കുറവ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയുടെ ഒരു പകുതി, ഒരുപാട് തക്കാളി വേണ്ട. അയ്യോ താഴെ വീണു. പിന്നെ ഒരു സബോളയുടെ പകുതി, ഇതേപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി. പിന്നെ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക്. ഇഞ്ചിയും പച്ചമുളകും സവോളയും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഈ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ എടുക്കുക. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കടുക് ചേർക്കുക.
അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. തീ നന്നായിട്ട് കുറച്ച് വെച്ചോ, അല്ലെങ്കിൽ ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് നമ്മൾ ആ ഉരുളക്കിഴങ്ങ് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടില്ലേ, അത് ചേർക്കാം. വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് ഇടണം കേട്ടോ, അല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് എല്ലായിടത്തേക്ക് തെറിക്കും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളക് ചേർക്കാം. മൂടി വയ്ക്കണില്ല, ഇതേപോലെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് മൊരിച്ചിട്ട് എടുക്കുക. പെട്ടെന്ന് റെഡിയായി കിട്ടും, കാരണം നല്ല ചെറുതായിട്ടല്ലേ കട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ മൊരിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുത്തില്ല കേട്ടോ. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റിൻ്റെ അടുത്ത് മാത്രമേ എടുത്തുള്ളൂ. പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതേപോലത്തെ ഒരു കഷ്ണം. ഇത് നല്ല കനം കുറച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ കനം കുറച്ചിട്ടോ കട്ട് ചെയ്തിട്ട് ചേർക്കാം. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കൂട്ടിയിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചോ. പച്ചമുളക് ചേർക്കാം. സവോള. ഇതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള വെജിറ്റബിൾസ്, ബീട്രൂട്ട്, ക്യാരറ്റ്, ക്യാബേജ്. പിന്നെ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ മുട്ടക്കറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിനകത്ത് നിങ്ങൾ ലാസ്റ്റ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് ചേർക്കണം കേട്ടോ. ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് അറിയാണ്ട് അത് കളഞ്ഞതാണ്. അപ്പോൾ ഗരം മസാല, അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു കമൻസ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗരം മസാല എന്തോരം ചേർക്കണമെന്നുള്ളത്. ഗരം മസാല ശരിക്കും ഒരു കറിയിൽ നമുക്ക് ഇത്രയ്ക്ക് എന്നാൽ ആർക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം നമ്മൾ പലതരത്തിലുള്ള ഗരം മസാല ആയിരിക്കും പലരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗരം മസാലയ്ക്ക് അങ്ങനെ ഒരു പച്ച ടേസ്റ്റ് ഒന്നുമില്ല. ഗരം മസാല ഫസ്റ്റ് ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് മൂപ്പിക്കേണ്ട അങ്ങനെ ആവശ്യമൊന്നുമില്ല. അത് കറിയുടെ ലാസ്റ്റ് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്കിപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാല എപ്പോഴും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ മുട്ടക്കറിയുടെ ലാസ്റ്റ് ഗരം മസാലയും കൂടിയിട്ട് ചേർക്കാം. നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പും കൂടിയിട്ട് ചേർക്കാം. ഇനി നമ്മൾ ഒരു ചെറിയ ഇഷ്ടം തക്കാളി എടുത്ത് വെച്ചിട്ടില്ലേ, തക്കാളിയും കൂടിയിട്ട് ചേർക്കാം. ചെറുതായിട്ടൊരു പുളിരസത്തിന് വേണ്ടിയിട്ടാട്ടോ തക്കാളി ചേർക്കുന്നത്. അപ്പോൾ തക്കാളി ഒരുപാട് ചേർക്കരുത്. അപ്പോൾ നിങ്ങൾ നല്ല പുളിയുള്ള തക്കാളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർത്തോ. അപ്പോൾ നല്ല പുളിയുള്ള തക്കാളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു 3/4 ഭാഗം ചിലപ്പോൾ ആവശ്യമുണ്ടാവുള്ളൂ. ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ഗരം മസാലയും ചേർക്കാം. ഒരു ഏകദേശം അളവിൽ ഇത്രയ്ക്ക് ചേർക്കാം. ഇപ്പോൾ ഇത് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് റെഡി ആയി കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ ഗരം മസാല നമുക്ക് കുറച്ചും കൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ഗരം മസാല ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നോക്കിക്കേ, ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. വേവാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കില്ല, പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. വെച്ചിട്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ ഈ മസാല ഉണ്ടാക്കുന്ന സമയം വരെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കായിരുന്നു. ഒരു ഏകദേശം ഒരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്. അതിപ്പോൾ കുറച്ച് കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഓരോ ചെറിയ ഉരുളയാക്കിയിട്ട് നല്ല കനം കുറച്ചിട്ട് നമുക്ക് പരത്തിയിട്ടെടുക്കാം. നമ്മുടെ രണ്ടാമത്തെ നമ്മൾ നല്ല കനം കുറച്ചിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ് വെക്കാനും പറ്റും. ഇനി നിങ്ങൾക്ക് മുട്ട ഇഷ്ടമുള്ളവർക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു മുട്ട പുഴുങ്ങിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു പീസായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഈ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതേപോലെ ഇങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാം. ഇങ്ങനെ ഞെറിഞ്ഞിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവരാം. നല്ല നമുക്ക് എല്ലാ സൈഡും ശരിക്കും ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതേപോലെ ഇങ്ങനെ ഒരു സഞ്ചിയായിട്ട് കൊണ്ടുവരണം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ കുറച്ച് സൈഡ് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നോക്കിക്കേ, ഇതിങ്ങനെ ഒരു സഞ്ചി പോലെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്ഥലത്ത് ഇതിന് ലൂസായിട്ട് കിടക്കുന്നുണ്ട്. അത് നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഒന്നും കൂടിയും പരത്തില്ലേ, പരത്തുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. അല്ലെങ്കിൽ ഇതേപോലെ ഇവിടെ ഒട്ടും സ്പേസ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് അമർത്തുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉള്ളിൽ വെച്ചാണ് വെജിറ്റബിൾസ് ഒക്കെ പുറത്തേക്ക് വരും. ഇവിടെ നന്നായിട്ടൊന്ന് അമർത്തിയിട്ട്
ഒരുപാട് അങ്ങോട്ട് അടിയിലേക്ക് കൊണ്ടുപോയിട്ട് മാറ്റണ്ട. ഇതാ ഇതേപോലെ ബാക്കിയുള്ളത് അവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചിട്ട് ഒന്ന് അതേപോലെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുക. ഇതേപോലെ കിട്ടും. ഇനി അത് കമത്തി വെച്ചിട്ട് കൈ കൊണ്ട് പതുക്കെ ഒന്ന് പരത്താം. ഇങ്ങനെ പരത്തുമ്പോഴായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കണ ഈ വെജിറ്റബിൾസ് എല്ലായിടത്തും ആവുക. കണ്ട ഇതേപോലെ. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലത്തെ 2 എണ്ണം കൂടി ഉണ്ടാക്കാനുള്ള ഇതുണ്ട് കേട്ടോ, മാവുണ്ട് നമുക്ക്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. അത് നോക്കിക്കേ, ഇപ്പം എല്ലാവരും നമ്മൾ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് ചൂടാറിയിട്ട് വേണം ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഓരോന്ന് നമ്മൾ റെഡി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഓരോന്ന് വെക്കരുത് കേട്ടോ, സെപ്പറേറ്റ് ഇതേപോലെ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് മാവ് എടുത്തിട്ട് ഇതേപോലത്തെ 4 കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിട്ടിയേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലിയൊക്കെ ആവിയിൽ വേവിച്ചിട്ട് എടുക്കില്ലേ, അതേപോലെ. ഇനി നമുക്കത് മൂടി വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക, ഒരുപാടൊന്നും കുറച്ച് വയ്ക്കണ്ട. എന്നിട്ട് ഒരു 6-7 മിനിറ്റിനുള്ളിൽ ഇത് നമുക്ക് വെന്ത് കിട്ടും. ഇത് ഇരുന്നിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നല്ല ചൂടോട് കൂടിയിട്ട് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കണല്ലോ. നല്ല ചൂടോട് കൂടിയിട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് പൊട്ടും. അപ്പോൾ നമുക്ക് ഇത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കഴിക്കാം. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് ആറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് മൊരിച്ചിട്ട് എടുക്കും. അപ്പോൾ അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇതിപ്പോൾ ഓൾറെഡി വെന്തിട്ടുണ്ടല്ലോ, ഇതേപോലെ തന്നെ കഴിക്കാം. ഇപ്പോൾ നമ്മളത് ഓൾറെഡി ആവിയിൽ വേവിച്ചേക്കണത് കൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് മറിച്ചേക്ക് ഇടാനായിരുന്നാലും നല്ല എളുപ്പം. ഈ ഭയങ്കരമായിട്ട് കൂട്ടിയാക്കരുത് കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് മൊരിച്ചിട്ട് എടുക്കുക. അപ്പോഴായിരിക്കും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുക. പിന്നെ ഇത് വേവോന്ന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ ആവിയിൽ വേവിച്ചേക്കണത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ ആയിരുന്നാലും നമുക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊരെണ്ണം ചെറുതായിട്ട് ഇങ്ങനെ കളർ മാറിയിട്ടുണ്ട്, പക്ഷെ കരിഞ്ഞിട്ടില്ല കേട്ടോ, അതിനുള്ളിലേക്കൊന്നും കരിയില്ല. നമ്മൾ പപ്സൊക്കെ കഴിക്കുമ്പോൾ ഒരു മുരിച്ചിലുണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മുരിച്ചിൽ, അങ്ങനത്തെ മുരിച്ചില. ചൂടുണ്ട് കഴിക്കുമ്പോൾ, പിന്നെ അധികം ചൂടാറിനതിന് മുമ്പ് കഴിക്കാം. നോക്കിക്കേ കണ്ട, ഇതാ നോക്കിക്കേ. ഇതേപോലെ ഉള്ളിൽ അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ് വെക്കണം. പിന്നെ നിങ്ങൾ പരത്തിയിട്ട് എടുക്കുമ്പോൾ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കുക, അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കണ്ട, പിന്നെ അങ്ങനെ ഒട്ടും കനമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ലൊരു മുരിഞ്ഞേക്കണ ഒരു ടെക്സ്ചറാണ്. അത് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് കുഴച്ചത് കൊണ്ടാണ് അങ്ങനത്തെ ടെക്സ്ചർ വന്നേക്കുന്നത്. അപ്പം ഓയിലായിരുന്നാലും ആ പറഞ്ഞേക്കണ കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. നല്ല അടിപൊളി ടേസ്റ്റാണ്.